ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കറിയാണ്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളത് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഒരു 5-6 വിസിൽ നമ്മൾ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തു. അതിന് ശേഷം ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം നമ്മൾ പെരിഞ്ചീരകം പൊട്ടിച്ചു. അതിന് ശേഷം ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ അതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്, ആവശ്യത്തിന് വേപ്പിൻ്റെ ഇല, ഒരു സവോള, ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ നമ്മൾ മസാലപ്പൊടിയും ചേർത്തു. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ മുളകും പൊടി, അതും നന്നായി വഴറ്റിയെടുത്തു. പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതും നന്നായി വഴറ്റിയെടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് എരിഞ്ഞ തക്കാളിയാണ്, ഒരു തക്കാളി ചേർത്താൽ മതി. അതും നമ്മൾ അതിലേക്ക് ചേർത്ത്, പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ കുറച്ച് ചേർക്കുന്നത്, അതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതൊക്കെ വേവാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവാൻ വയ്ക്കുക. പിന്നെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഈ ഒരു പാകത്തിൽ വേവിച്ചെടുക്കാം. നമുക്കൊന്നും കൂടി കുറച്ച് ചാറിലൊക്കെ വേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനമായി മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് വറ്റിച്ചെടുക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.